ഹായ് ഫ്രണ്ട്സ്, ലോക്സഭാ ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിലെ പടലപ്പിണക്കങ്ങൾ UDF വലിയ തലവേദനയായിരിക്കുകയാണ്. ഇപ്പോ ഫ്രാൻസിസ് ജോർജിനെ ജയിപ്പിക്കേണ്ട ബാധ്യത കോൺഗ്രസിന്റെ ചുമലിൽ വന്നിരിക്കുകയാണ്. കാരണം ജോസഫ് ഗ്രൂപ്പിലെ പല നേതാക്കന്മാർക്കും, പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലെ ഫ്രാൻസിസ് ജോർജ് ജയിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. പ്രത്യേകിച്ച് മോൻസ് ജോസഫിന് അവർ തമ്മിലുള്ള മൂപ്പിള തർക്കം പണ്ടുപോലെ ഉള്ളതാണ്. കാരണം ഫ്രാൻസിസ് ജോർജ് ജയിച്ച് MP ആയാൽ തന്റെ മേധാവിത്വം പാർട്ടിക്ക് നഷ്ടമാവുകയില്ലേ എന്ന് മോൻസ് ജോസഫ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ജയിക്കണമെന്ന് മോൻസിന് ആത്മാർത്ഥം ഒരാഗ്രഹവുമില്ല. അതിന്റെ അനന്തരഫലമായിട്ടാണ് ശ്രീ സജീവ് മഞ്ഞക്കടുമ്പനെ പുകച്ച് പുറത്തിയാടിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി ഒരു ആരംഭം മാത്രമായിരുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള നേതാക്കന്മാർ കൂട്ടത്തോടെ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പലായനം ചെയ്യുകയാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് വളരെ നിർണായകമാണ്. കോട്ടയം ഞങ്ങളുടെ കോട്ടയാണെന്ന് പറയണമെങ്കിൽ ഈ സീറ്റ് ജയിച്ചേ വെക്കൂ. കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കുന്നത് തന്നെ കോട്ടയത്തെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കോട്ടയം സീറ്റ് തങ്ങൾക്ക് കിട്ടുമെന്ന് കോൺഗ്രസിലെ തന്നെ പല മുതിർന്ന നേതാക്കന്മാരും കരുതിയിരുന്നു. അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴിതാ ഫ്രാൻസിസ് ജോർജ് ജയിപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ ജോലിയിൽ വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസുകാർ തന്നെ കാലുവാരിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അന്തിമഫലം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.